Good morning. Good morning, ma'am. Okay. Okay, Manita, good morning. Tara, good morning. തുടങ്ങാം നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാലോ. ഇന്ന് ഞാന് ഒരു സോളിനിസിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അഞ്ചാമത്തെ ചാപ്റ്റർ അല്ലെ, അതായത് ട്രേഡ് യൂണിയൻസ് ഒക്കെ പറ്റിയൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ, 5th ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റത്തെ ഭാഗം ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ലാസ്റ്റത്തെ ആ ഒരു 4 പേജസ്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് കേട്ടോ, ആ ഒരു ഭാഗം തൊട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മിസ്സിന് ഒരവരെ കിട്ടുന്നുള്ളൂ, അപ്പൊ കുറച്ച് പോർഷൻസ് മിസ്സിന് പോവാനുണ്ട്, അപ്പൊ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഏതാണ് ഭാഗത്ത് മനസ്സിലായോ? അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ആ ഒരു ലാസ്റ്റത്തെ 4 പേജസ് ഉണ്ടല്ലോ, അതിനകത്ത് ലാസ്റ്റ് ഒരു ഭാഗമുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് കേട്ടോ. അവിടെ തൊട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2 പേജസ് നമുക്ക് അത് എടുക്കാം, ബാക്കിയുള്ള ടൈം നമുക്ക് റിവിഷനും നടത്താം. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? ഓക്കെ, അത് ശരി കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പോ ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് കേട്ടോ. എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാല്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ഇനി പറയുന്ന ഗ്രീവൻസിൽ നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതായത് ഈ പറയുന്ന എംപ്ലോയേഴ്സ്, അതായത് തൊഴിലുടമകളും ഒരു കൂട്ടം എംപ്ലോയീസും ഉണ്ടാവും അല്ലെ, തൊഴിലാളികളും. അവരെന്ത് ചെയ്യാണ്? അവർ തമ്മിൽ ഈ പറയുന്ന ജോലിയെ സംബന്ധിച്ചുള്ള ടേംസും കണ്ടീഷൻസുകളും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന, ചർച്ച ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളക്റ്റീവ് ആണ്. കളക്റ്റീവ് എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ എംപ്ലോയീസും ഒരുപോലെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഇപ്പോ എംപ്ലോയീസിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, ഇപ്പൊ അവരുടെ വേതനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻസെന്റീവ്സുകൾ, അവർക്ക് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാണ്? ഏതെങ്കിലും അവർക്കൊരു യൂണിയൻ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എംപ്ലോയീസിന് അവരുടെ ആവശ്യങ്ങള് എംപ്ലോയറിനെ അറിയിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവര് ഈ പറയുന്ന ഒരു യൂണിയൻ ഉണ്ടായിരിക്കും, എംപ്ലോയീസിന് ഒരു യൂണിയൻ ഉണ്ടായിരിക്കും അല്ലെ. ആ ഒരു യൂണിയൻ ഇവരുടെ ആവശ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എംപ്ലോയറിന്റെ അടുത്ത് ബാർഗെയിൻ ചെയ്യാണ് അല്ലെ, വിലപേശി വാങ്ങാണ്. അതായത് ദാറ്റ് മീൻസ് എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ, ഇപ്പൊ അവരുടെ വേതനത്തെ സംബന്ധിച്ച്, അവരുടെ സാലറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്കൊരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും അല്ലെ. ദാറ്റ് മീൻസ് ഒരു യൂണിയൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ യൂണിയൻ റെപ്രസെന്റേറ്റീവ്സിലൂടെ ഇവർ ആരെ അറിയിക്കുകയാണ്? എംപ്ലോയർമാരോട് അത് അറിയിക്കുകയും അവരിൽ നിന്നത് വിലപേശി വാങ്ങുകയും ചെയ്യാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എംപ്ലോയറും ഉണ്ട്, ഒരു കൂട്ടം എംപ്ലോയീസും ഉണ്ട്. അവരൊത്തൊരുമിച്ചുകൊണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ചർച്ച ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, കാര്യം ഓൾറെഡി നിങ്ങളത് പഠിച്ചതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ,
മനസ്സിലായല്ലോ എന്താണ് കളക്റ്റീവ് ബാർഗനിങ് എന്നുള്ളത്? ഇനി നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗനിങ് ഇസ് ആസ് ഫോളോസ് കേട്ടോ. കളക്റ്റീവ് ബാർഗനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം, അതിന്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്? അപ്പൊ പ്രധാനമായിട്ട് നമ്മൾക്ക് 3 പേർക്കാണ് അതിന്റെ ഈ കളക്റ്റീവ് ബാർഗനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ 3 പേരിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഒന്ന് നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ എംപ്ലോയീസിനിടയിൽ, അതായത് ജീവനക്കാരുടെ ഇടയിൽ കളക്റ്റീവ് ബാർഗനിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയേഴ്സ്, എംപ്ലോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലുടമകളാണ് അല്ലെ. ഓക്കെ, തൊഴിലുടമകൾക്ക് എത്രത്തോളം കളക്റ്റീവ് ബാർഗനിങ് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ 3 പേരുടെ ഇതിലാണ് നമ്മളത് നോക്കിക്കാണുന്നത് കേട്ടോ. അപ്പോ ആദ്യത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സൊസൈറ്റി ആണ്. നമ്മുടെ സൊസൈറ്റിയില് കളക്റ്റീവ് ബാർഗനിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് കളക്റ്റീവ് ബാർഗനിങ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് അവർക്ക് ലഭിക്കുന്നത്, അതാണ് അവിടെ പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നോക്കാം. കളക്റ്റീവ് ബാർഗനിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു സൊസൈറ്റി ഇൻ ദ ഫോളോയിങ് വേസ്. ഏതൊക്കെ രീതിയിലാണ് കളക്റ്റീവ് ബാർഗനിങ് സൊസൈറ്റിക്ക് ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആവുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. കളക്റ്റീവ് ബാർഗനിങ് ഹെൽപ്സ് ഇൻ ഡിവൈഡിങ് ദ ബെനിഫിറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഇൻഡസ്ട്രി equally among all the stakeholders, which include employees, unions, management, customers, suppliers and the public. ഇതാണ് പറയുന്നത്. അതായത് കളക്റ്റീവ് ബാർഗനിങ് എന്തിനു സഹായിക്കുന്നുണ്ട്? നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങളെ, അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനിടയിൽ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പാർട്ട്നേഴ്സ് ആണ്. ആ ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകുന്ന ആൾക്കാർ അതിന്റെ പാർട്ട്നേഴ്സ് ആണ്. അപ്പോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങള് അതിന്റെ പാർട്ട്നേഴ്സിനിടയിൽ, അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനിടയിൽ നമുക്ക് തുല്യമായിട്ട് പങ്കിടാൻ സാധിക്കുന്നു. ഓക്കെ, കളക്റ്റീവ് ബാർഗനിങ് എന്തിനു സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങള്, അതിന്റെ ഫലങ്ങള് അതിന്റെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, തുല്യമായിട്ട് അതിനെ പങ്കിടാനായിട്ട് അത് സഹായിക്കുന്നു. അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ വിച്ച് ഇൻക്ലൂഡ് എംപ്ലോയീസ് അല്ലെ. ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അതിന്റെ ഭാഗമാണ് അല്ലെ. എംപ്ലോയീസ്, അതുപോലെ തന്നെ യൂണിയൻസ് അല്ലെ, എംപ്ലോയീസിന്റെ യൂണിയൻസുകള്, അതുപോലെ നമ്മുടെ മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റ് അതിന്റെ ഭാഗമാണ്. അതുപോലെ കസ്റ്റമേഴ്സ് അല്ലെ, ആ ഒരു ഇൻഡസ്ട്രിയുടെ സേവനങ്ങൾ കൈപ്പറ്റുന്ന കസ്റ്റമേഴ്സ്, പിന്നെ സപ്ലയർമാര് അല്ലെ, സപ്ലയേഴ്സ്, ആ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സപ്ലയേഴ്സ്, പ്ലസ് നമ്മുടെ പബ്ലിക്, പൊതുജനങ്ങള് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കുമ്പോൾ നമ്മളെല്ലാവരും ആ ഇൻഡസ്ട്രിയുടെ ഫലങ്ങൾ കൈപ്പറ്റുന്ന ആൾക്കാരാണ് അല്ലെ. അവിടുത്തെ എംപ്ലോയീസ് മാത്രമല്ല, അവിടുത്തെ എംപ്ലോയീസും യൂണിയൻസും അതുപോലെ അവിടുത്തെ എംപ്ലോയർമാര് മാത്രമല്ല, നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഫലങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ പൊതുജനങ്ങള്, മറ്റുള്ള കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അതിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ എന്താണ്? ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങള് ഈ എംപ്ലോയീസ്, യൂണിയനുകള്, മാനേജ്മെന്റ്, പൊതുജനങ്ങള്, അതുപോലെ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ളിൽ ഇടയിൽ തുല്യമായിട്ട് പങ്കിടാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഫലങ്ങള് ഈക്വൽ ആയിട്ട് എന്താണ് ഷെയർ ചെയ്യുമ്പോൾ അത് കുറെ കൂടെ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അത് മാത്രമല്ല, കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് നമുക്ക് അതിലൂടെ നിലനിർത്താനും സാധിക്കുന്നുണ്ട്. അപ്പൊ അത് സൊസൈറ്റിക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. നമ്മുടെ സൊസൈറ്റിയിലാണ് ആ ഒരു സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങള് ഈ പറയുന്ന പാർട്ട്നേഴ്സിന്റെ ഇടയിൽ നമുക്ക് തുല്യമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറെ കൂടെ എന്താണ് സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സുസ്ഥിരമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കൈവരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. കളക്റ്റീവ് ബാർഗനിങ് ഹെൽപ്സ് ഇൻ ഡിവൈഡിങ് ദ ബെനിഫിറ്റ്സ് derived from the industry equally among all the stakeholders, which include employees, unions, management, customers and suppliers and the public. Okay, clear ആയല്ലോ? ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്? It helps to create a structure of industrial laws and regulations
based on the civil rights followed within the industry. It also makes sure random decisions are avoided and the rules are followed. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന പോലെ ഫോളോ ചെയ്തു പോകുന്ന പൗരാവകാശങ്ങളുണ്ട്, സിവിൽ റൈറ്റ്സ് ഉണ്ട് അല്ലെ. നമ്മൾ പഠിച്ചതാണ്. നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട എംപ്ലോയീസിന്റെ സേഫ്റ്റിയും എംപ്ലോയീസിന്റെ ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ലീഗൽ സെക്ഷൻസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. അവർക്ക് അവരുടേതായ കുറെ റൈറ്റ്സ് ഉണ്ട് അല്ലെ, അവകാശങ്ങളുണ്ട്. അപ്പോ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്തു പോകുന്ന ജീവനക്കാരുടെ പൗരാവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അവരുടെ സിവിൽ റൈറ്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന വ്യാവസായിക നിയമങ്ങളും നിയന്ത്രണങ്ങളും എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ് സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആ ഒരു ഇൻഡസ്ട്രിയിലെ സിവിൽ റൈറ്റ്സുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യാവസായിക നിയമങ്ങളും വ്യാവസായിക നിയന്ത്രണങ്ങളും രൂപപ്പെടുത്താനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ് സഹായിക്കും. നമുക്കറിയാലോ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്കറിയാം എന്താണെന്നുള്ളത് അല്ലെ. അവിടെ എംപ്ലോയർമാരും എംപ്ലോയീസും ഒരുപോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് അവർ ആ ജോലിയുടെ ടേംസും കണ്ടീഷൻസുകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രോസസ് ആണല്ലോ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അവിടെ ഇരു കൂട്ടർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എംപ്ലോയർമാർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, എംപ്ലോയീസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇരു കൂട്ടരും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല നല്ല കുറെ കൂടെ ഇരു കൂട്ടർക്കും അനുയോജ്യമായിട്ടുള്ള, അതായത് നമ്മൾ പറയില്ലേ വിൻ വിൻ സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് രണ്ട് പാർട്ടികൾക്കും ഈക്വലി ബെനിഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ലോകളും അതുപോലെ റെഗുലേഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് സാധിക്കുന്നു? കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധിക്കും. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറയുന്നത്. പിന്നെന്താണ്? ഇറ്റ് ആൾസോ മേക്ക് ഷുവർ റാൻഡം ഡിസിഷൻസ് ആർ അവോയ്ഡഡ് ആൻഡ് ദ റൂൾസ് ആർ ഫോളോഡ്. അതുപോലെ പെട്ടെന്നുള്ള തീരുമാനങ്ങള്, റാൻഡം ഡിസിഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ചില ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എന്നുവെച്ചാൽ അവർ ആരോട് ആലോചിക്കുന്നില്ല, അവര് സ്വന്തമായിട്ട് റാൻഡം ആയിട്ട് കുറെ തീരുമാനങ്ങൾ എടുക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. തന്നോട് പറയുന്നത് ഇറ്റ് ആൾസോ മേക്ക് ഷുവർ റാൻഡം ഡിസിഷൻസ് ആർ അവോയ്ഡഡ്. പെട്ടെന്നുണ്ടാകുന്ന റാൻഡം ആയിട്ടുള്ള ഡിസിഷൻസുകൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും അല്ലെ. എന്നുവെച്ചാൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് പെട്ടെന്ന് ഒരു മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കാം, ആരുമായിട്ട് ആലോചിക്കാതെ പെട്ടെന്ന് റാൻഡം ഡിസിഷൻസ് എടുക്കുന്നു, അത് എംപ്ലോയീസിന്റെ എന്താണ് ഇമ്പോസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പകരം എന്താണ്? റൂൾസ് ആർ ഫോളോഡ്. കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസുകളും എന്താണ് പാലിച്ചുകൊണ്ട് ആ ഒരു ഇൻഡസ്ട്രീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്, കളക്റ്റീവ് ബാർഗെയിനിങ് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് തേർഡ് പോയിന്റ് ആണ്. ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രിയൽ പീസ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഒരു വ്യാവസായിക സമാധാനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? കളക്റ്റീവ് ബാർഗെയിനിങ് സഹായിക്കുന്നുണ്ട്. കാര്യം എന്താണ്? ഇരു കൂട്ടരും ഒരുമിച്ചിരുന്നുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തായാലും കുറച്ചുകൂടി ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണെങ്കിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയർമാർ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുന്നു, എംപ്ലോയീസിന്റെ മേൽ അത് അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ എംപ്ലോയീസിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എംപ്ലോയർമാർ തയ്യാറല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവിടെ സംഘർഷങ്ങളൊക്കെ വരുന്നത് അല്ലെ, ഡിസ്പ്യൂട്ട്സുകളൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. ഇരു കൂട്ടരും ഒരുമിച്ച് നെഗോഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻഡസ്ട്രിയൽ പീസ്, ഒരു വ്യാവസായിക സമാധാനം നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെ നാലാമത്തെ പോയിന്റ് നോക്കിയേ. ഇറ്റ് ലീഡ്സ് ടു എൻ അമിക്കബിൾ ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ്. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം, അതിന്റെ ഒരു വ്യാവസായിക അന്തരീക്ഷത്തിലോട്ട് അത് നയിക്കുന്നു അല്ലെ. ഇറ്റ് ലീഡ്സ് ടു ആൻ അമിക്കബിൾ ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ്. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ.
അതുകൊണ്ട് തന്നെ എന്താണ് വിച്ച് റിമൂവ്സ് ദ പ്രോബ്ലംസ് ഇൻ ദ പാത്ത് ഓഫ് എ നാഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സാമൂഹികവുമായിട്ടുള്ള വികസനത്തിന്റെ എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രോബ്ലംസുകളും നമുക്ക് അതിലൂടെ നീക്കം ചെയ്യാനായിട്ട് പറ്റുന്നു. കാര്യം എന്താണ്, അവിടെ വേറെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അവിടെ വേറെ ഡിസ്പ്യൂട്ടുകളോ സംഘർഷങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും സാമൂഹികവുമായിട്ടുള്ള വികസനങ്ങള് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ ഇടയിൽ അതൊരു പ്രോബ്ലംസ് ഇല്ല. പ്രോബ്ലംസുകളൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. കുറെ കൂടെ എക്കണോമിക് ആയിട്ടും സോഷ്യൽ ആയിട്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കും. അതിന്റെ ബെനിഫിറ്റ് ആർക്കുണ്ടാവും? നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവും അല്ലെ. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ആൾസോ ഗീവ്സ് ദ പ്രൊസീജിയർ ടു റെഗുലേറ്റ് ദ എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയീസ്. അതുപോലെ ജീവനക്കാർക്ക് അവരുടെ തൊഴിൽ സാഹചര്യങ്ങള് റെഗുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും നമുക്ക് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ജീവനക്കാർക്ക് അവരുടെ തൊഴിലന്തരീക്ഷം അവർക്ക് കുറച്ചും കൂടെ ഫേവറബിൾ ആവുന്ന, എന്നാൽ എംപ്ലോയർക്ക് ദോഷം വരാത്ത രീതിയിലുള്ള അങ്ങനെ ഒരു എംപ്ലോയ്മെന്റ് കണ്ടീഷൻസുകളെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊസീജിയറുകള് എന്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്? കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എങ്ങനെയാണ് ഒരു സൊസൈറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത്? കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ നമുക്ക് ഇൻഡസ്ട്രിയുടെ നേട്ടങ്ങള് ഈ പറയുന്ന എംപ്ലോയീസും യൂണിയൻസും മാനേജ്മെന്റും അതുപോലെ കസ്റ്റമറും സപ്ലയേഴ്സും പൊതുജനങ്ങളൊക്കെ ഉൾപ്പെടുന്ന അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിന്റെ പാർട്ട്നേഴ്സിനിടയിൽ നമുക്ക് അതിന്റെ ഇൻഡസ്ട്രിയുടെ നേട്ടങ്ങള് തുല്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? പങ്കിടാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയില് ജീവനക്കാരുടെ പൗരാവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യാവസായിക നിയമങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക പ്രൊസീജിയറുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധിക്കുന്നു. അപ്പോ പിന്നെന്താണ്? നമ്മുടെ രാജ്യത്ത് ഒരു വ്യാവസായിക സമാധാനം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വ്യാവസായിക അന്തരീക്ഷം അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും സാമൂഹികവുമായിട്ടുള്ള വികസന പാതയിലുള്ള എല്ലാ തടസ്സങ്ങളെയും നമുക്ക് അതിലൂടെ നീക്കം ചെയ്യാൻ കഴിയുന്നു. പിന്നെ ജീവനക്കാർക്ക് അവരുടെ തൊഴിൽ അന്തരീക്ഷം റെഗുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എടുക്കാൻ സാധിക്കുന്നു. ഇത്രയുമാണ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടന്റ്. സൊസൈറ്റിക്ക് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് സൊസൈറ്റിക്ക് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകള്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. 5 പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണല്ലോ. അടുത്തത് പറയാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എംപ്ലോയീസ് കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു എംപ്ലോയീസ് ഇൻ ദ ഫോളോയിങ് വേസ്. ഇനി എംപ്ലോയീസിന് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് ഇങ്ങനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് ഹെൽപ്ഫുൾ ആവുന്നത് കേട്ടോ. നോക്കാം അതിനകത്ത് പോയിന്റുകൾ നോക്കാം. ഫസ്റ്റ് വൺ, the employees are utilized with the feeling of responsibility towards their work and have high self-esteem as a result of collective bargaining. അതായത് ഈ പറയുന്ന കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എംപ്ലോയീസിന് എന്ത് ലഭിക്കുകയാണ്? അവർക്ക് ഒരു ഫീലിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി അല്ലെ, അവർ കുറെ കൂടെ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറുകയാണ് അല്ലെ. അവർക്കൊരു ഫീലിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ വർക്ക്, അവരുടെ ജോലിയോട് അല്ലെങ്കിൽ അവരുടെ ജോലി സാഹചര്യങ്ങളോട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടൊക്കെ അവർക്കൊരു എന്ത് തോന്നാണ്? ഒരു ഫീലിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി അല്ലെ, ഒരു ഉത്തരവാദിത്വ ബോധം അവർക്ക് ഉണ്ടാവുകയാണ്. അത് മാത്രമല്ല അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സെൽഫ് എസ്റ്റീം അല്ലെ, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ആ ഒരു എന്താ പറയാ ആ അഭിമാനം, അവരുടെ എന്താ പറയാ സെൽഫ് എസ്റ്റീം, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കുറെ കൂടെ ഉയർത്താനായിട്ട് സാധിക്കും.
കാരണം എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് ചെയ്യുമ്പോൾ അവിടെ ഈ എംപ്ലോയീസിന് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ സ്വതന്ത്രമായിട്ട് എംപ്ലോയറിനോട് ബോധ്യപ്പെടുത്താൻ ഒരു അവസരം അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ ഒരു സെൽഫ് റെസ്പെക്ട് അതിലൂടെ കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു അടിമയെ പോലെ അല്ല അവരവിടെ. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് വാങ്ങാം, ബാർഗെയിൻ ചെയ്ത് എംപ്ലോയറിന്റെ അടുത്ത് അവർക്ക് അവതരിപ്പിക്കാം. അപ്പൊ അവർക്ക് അവിടെ ഒരു വാല്യൂ ലഭിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ജോലിയോട് കുറെ കൂടെ ഒരു കമ്മിറ്റഡ് ആവും, ഒരു ഫീലിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി അവർക്ക് ലഭിക്കും. അതിലൂടെ അവരുടെ കോൺഫിഡൻസ്, അവരുടെ സെൽഫ് എസ്റ്റീം അതൊക്കെ നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അവിടെ അടിച്ചമർത്തപ്പെടുകയല്ല, പകരം എംപ്ലോയീസിന് അവരുടെ ആവശ്യങ്ങളെ പറ്റിയിട്ട് എംപ്ലോയറുമായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു അവസരം കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കോൺഫിഡൻസിനെയും അവരുടെ സെൽഫ് ഈ പറയുന്ന എസ്റ്റീമിനെയൊക്കെ അത് ഒത്തിരി എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനെ കുറെ കൂടെ ഹൈ ആക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ആസ് ദ ബാർഗെയിനിങ് കപ്പാസിറ്റി ഓഫ് ദ ഗ്രൂപ്പ് ഇൻക്രീസസ് ഇറ്റ് മേക്സ് ദ വർക്കേഴ്സ് മോർ പവർഫുൾ അല്ലെ. അവരുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി എത്രത്തോളം വർദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം അവർ കൂടുതൽ പവർഫുൾ ആവാണ് അല്ലെ. കുറെ കൂടെ അവര് സ്ട്രെങ്ത് ആർജിക്കുകയാണ് അല്ലെ. എംപ്ലോയീസിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി എത്രത്തോളം വർദ്ധിക്കുന്നോ അത്രത്തോളം അവര് കൂടുതൽ പവർഫുൾ ആവാണ്. ഓക്കെ, അത് എംപ്ലോയീസിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലേ. പിന്നെന്താണ്, the employees become more efficient and have greater enthusiasm towards the work അല്ലെ. അപ്പൊ അതിലൂടെ എംപ്ലോയീസ് കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് മാറാണ്, അവർ കുറെ കൂടെ കാര്യക്ഷമതയുള്ളതായിട്ട് മാറുകയും അവർക്ക് അവരുടെ ജോലിയോട് കുറെ കൂടെ അവർക്കൊരു എന്താണ് ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ അവരുടെ ജോലിയോട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു റെസ്പോൺസിബിലിറ്റി, ഞാൻ ജോലിയോട് അവർക്കൊരു താല്പര്യം തോന്നുകയാണ്. ഓക്കെ, പിന്നെന്താണ്, ഒരു മടുപ്പ് അവർക്ക് തോന്നില്ല. കാര്യമായിട്ട് ജോലി ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നു, അത് അവരുടെ ആവശ്യങ്ങൾ അവർ ചോദിച്ചു വാങ്ങുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറെ കൂടെ അവർ എഫിഷ്യന്റ് ആയി പ്രവർത്തിക്കും. അവർക്ക് ആ വർക്കിനോട് കുറെ കൂടെ ഒരു എന്താ പറയാ ഒരു പ്രചോദനം തോന്നും അല്ലെ. കാരണം പിന്നെന്താണ്, കീപ്സ് ഇൻ ചെക്ക് ഓൺ റാൻഡം ഡിസിഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് വിച്ച് എഫക്ട് ദ എംപ്ലോയീസ്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ ബാധിക്കുന്ന മാനേജ്മെന്റിന്റെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, റാൻഡം ആയിട്ടുള്ള ഡിസിഷൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് ഇപ്പോ എംപ്ലോയീസിനെ ബാധിക്കുന്ന മാനേജ്മെന്റിന്റെ പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, biased decisions of the management are also discouraged. പക്ഷപാതപരമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ. അതായത് ഒരു മാനേജ്മെന്റിന്റെ ഓട്ടോക്രാറ്റിക് സ്റ്റൈലല്ല അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ജീവനക്കാരെ ബാധിക്കുന്ന മാനേജ്മെന്റിന്റെ പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിക്കുക മാത്രമല്ല, പക്ഷപാതപരമായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യപ്പെടും, ഇവിടെ ഡിസ്കറേജ് ചെയ്യും, അതവിടെ നിരുത്സാഹപ്പെടുത്തും അല്ലെ. പിന്നെന്താണ്, the trade union movement becomes stronger with increasing support of employees. അതായത് കൂടുതൽ എംപ്ലോയീസ് യൂണിയനിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി ട്രേഡ് യൂണിയന്റെ മൂവ്മെന്റ്സുകൾ എല്ലാം തന്നെ കുറെ കൂടെ സ്ട്രോങ്ങർ ആവും അല്ലെ. യൂണിയൻ എപ്പോഴും സ്ട്രോങ്ങർ ആവുന്നത്, അതിലേക്ക് കൂടുതൽ എംപ്ലോയീസ് സപ്പോർട്ടോട് കൂടിയിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് ആ യൂണിയൻ അത്രയും കണ്ട് എന്താവാണ്, സ്ട്രോങ് ആവാണ്. യൂണിയൻ എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളം എംപ്ലോയീസിന് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അതിലൂടെ സാധിക്കും അല്ലെ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, makes the management accessible for the workers to share their concerns and negotiate on relevant issues for their benefit. ഇത് മാത്രമല്ല, ഈ പറയുന്ന കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ജീവനക്കാർക്ക് അവരുടെ ആശങ്കകളെ പറ്റി ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ആനുകൂല്യങ്ങള് അല്ലെങ്കിൽ അവരുടെ വേതനം ആനുകൂല്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായിട്ട് മാനേജ്മെന്റിനെ അവർക്ക് കൂടുതൽ ആക്സസിബിൾ ആക്കി കൊടുക്കുന്നു അല്ലെ. അതായത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എന്താണ്, മാനേജ്മെന്റ് കുറെ കൂടെ എംപ്ലോയീസിന് ആക്സസിബിൾ ആവാണ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് അവരുടെ ആശങ്കകള് അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് അവരുടെ ജോലി അവരുടെ തൊഴിൽ സാഹചര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ സാലറിയോ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് മാനേജ്മെന്റിനോട് തുറന്ന് സംസാരിക്കാൻ പറ്റും. അത് മാത്രമല്ല, മാനേജ്മെന്റ് കുറെ കൂടെ എംപ്ലോയീസിന് അവൈലബിൾ ആയിരിക്കും, ആക്സസിബിൾ ആയിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്.
നമുക്ക് എംപ്ലോയീസിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഫ്രീ ആയിട്ട് അവതരിപ്പിക്കാനും അത് അവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താനും മാനേജ്മെന്റ് എപ്പോഴും എന്തായിരിക്കണം, അവൈലബിൾ ആവണം. മാനേജ്മെന്റ് അത് ചെവിക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എംപ്ലോയീസിന് പ്രശ്നമായിരിക്കും. പക്ഷെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ മാനേജ്മെന്റ് കുറെ കൂടെ വർക്കേഴ്സിന് ആക്സസിബിൾ ആയിരിക്കും, അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എംപ്ലോയീസിന് അവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും ഒക്കെ അവരുമായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് എംപ്ലോയർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അത്രയും പോയിന്റ് മനസ്സിലായോ? നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, കളക്റ്റീവ് ബാർഗെയിനിങ് ഹെൽപ്സ് ഇൻ അഡ്രസ്സിംഗ് ദി ഗ്രീവൻസസ് ഓഫ് വർക്കേഴ്സ് ഇൻ എ ടൈംലി മാനർ. ഇത് നമ്മൾ ഗ്രീവൻസിൽ പഠിച്ചിട്ടുണ്ട്, കളക്റ്റീവ് ബാർഗെയിനിങ് കേട്ടോ. അതായത് ജീവനക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായിട്ട് പരിഹരിക്കാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധിക്കുന്നു. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ് ഹെൽപ്സ് ഇൻ അഡ്രസ്സിംഗ് ദി ഗ്രീവൻസസ് ഓഫ് വർക്കേഴ്സ് ഇൻ എ ടൈംലി മാനർ. അതായത് ജീവനക്കാരുടെ പ്രശ്നങ്ങള്, അവരുടെ പരാതികള് സമയബന്ധിതമായിട്ട് പരിഹരിക്കാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധിക്കുന്നു. ഓക്കെ, പിന്നെന്താണ് എസ് എ റിസൾട്ട്, chances of conflict arising from wages and employment conditions, economic and technological advancements in the industry are minimized. അതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന ജീവനക്കാർക്ക് അവരുടെ വേജസ് അല്ലെങ്കിൽ അവരുടെ എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ്, എക്കണോമിക് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മൂലം ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഘർഷങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റുകള്? എല്ലാ പോയിന്റുകളും മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ എംപ്ലോയീസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, എംപ്ലോയീസ് കുറെ കൂടെ വർക്കിനോട് റെസ്പോൺസിബിൾ ആയിട്ട് മാറുന്നു. അതുപോലെ അവരുടെ സെൽഫ് എസ്റ്റീം, അവരുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ബാർഗെയിനിങ് കപ്പാസിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് എംപ്ലോയീസ് കുറെ കൂടെ പവർഫുൾ ആയിട്ട് മാറുന്നു. അതുപോലെ എംപ്ലോയീസ് കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് മാറുന്നു. അവർക്ക് അവരുടെ ജോലിയോട് കൂടുതൽ എന്താണ് ഒരു താല്പര്യം അവർക്ക് വർദ്ധിക്കുന്നു. പിന്നെന്താണ്, മാനേജ്മെന്റ്, അതായത് ജീവനക്കാരെ ബാധിക്കുന്ന മാനേജ്മെന്റിന്റെ സഡൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ പരിശോധിക്കുകയും പക്ഷപാതപരമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ യൂണിയനില് ഈ പറയുന്ന എംപ്ലോയീസുകൾ ജോയിൻ ചെയ്ത് അവരുടെ പിന്തുണ വർദ്ധിക്കുമ്പോൾ യൂണിയന്റെ മൂവ്മെന്റ്സും കുറെ കൂടെ സ്ട്രോങ്ങർ ആവുകയാണ്. അതുപോലെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ മാനേജ്മെന്റ് വർക്കേഴ്സിന് കുറെ കൂടെ ആക്സസിബിൾ ആവുകയാണ് അല്ലെ. അപ്പൊ അതിലൂടെ വർക്കേഴ്സിന് അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാനേജ്മെന്റുമായിട്ട് എംപ്ലോയറുമായിട്ട് സംസാരിക്കാനായിട്ട് അവസരം ലഭിക്കുന്നു. പിന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് സമയബന്ധിതമായിട്ട് ജീവനക്കാരുടെ പരാതികൾ പരിഹരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലും വലിയ സംഘർഷങ്ങളെയൊക്കെ നമുക്ക് അതിലൂടെ കുറയ്ക്കാൻ പറ്റും. വലിയ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. കിട്ടിയല്ലോ? വായിച്ചു നോക്കിയ പോയിന്റ്സുകള്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എംപ്ലോയേഴ്സിനാണ് കേട്ടോ. തൊഴിലുടമകൾക്ക്, എംപ്ലോയർമാർക്ക് എങ്ങനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് ഹെൽപ്ഫുൾ ആകുന്നത് കേട്ടോ. നോക്കുക, കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു ദ എംപ്ലോയേഴ്സ് ഇൻ ദ ഫോളോയിങ് വേസ്. ഏതൊക്കെ രീതിയിലാണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ലീഡ്സ് ടു ഹയർ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് contributed by a motivated workforce which can freely communicate with the employer and can also bargain with the employees for increased incentives. അതായത് എംപ്ലോയർമാർക്ക് തൊഴിലുടമകൾക്ക് എങ്ങനെയാണ് അത് ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആവുന്നത്. അതായത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എന്ത് ലഭിക്കുന്നു? ദാറ്റ് വിൽ ലീഡ്സ് ടു ഹയർ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് കുറെ കൂടെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാര്യം എന്താണെന്നറിയോ? അവിടുത്തെ വർക്ക് ഫോഴ്സ്, അവിടുത്തെ ജീവനക്കാരെന്ന് പറയുമ്പോൾ കുറെ കൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും. കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ജീവനക്കാര് കുറെ കൂടെ മോട്ടിവേറ്റഡ് ആവണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
അവർക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും, അവർക്ക് അവരുടെ ജോലിയോട് ഒരു എന്താ പറയാ എന്ത്യൂസിയാസം ഫീൽ ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിലൂടെ വർക്ക് ഫോഴ്സ് മീൻസ് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് അഥവാ എംപ്ലോയീസ് കുറെ കൂടെ മോട്ടിവേറ്റഡ് ആവുകയാണ്. അവർ എത്രത്തോളം മോട്ടിവേറ്റഡ് ആവുമ്പോൾ അവർ കുറെ കൂടെ എന്താണ് പ്രൊഡക്റ്റീവ് ആയിട്ട് മാറാണ് അല്ലെ. അത്രയും നന്നായിട്ട് അവർ വർക്ക് ചെയ്യും, അവർ കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് മാറും. അവരെത്രത്തോളം പ്രൊഡക്റ്റീവ് ആവുന്നോ അത്രത്തോളം നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് അതിലൂടെ ലഭിക്കുന്നു അല്ലെ. പിന്നെ അത് എംപ്ലോയർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലേ. പിന്നെന്താണ്, വിച്ച് ക്യാൻ ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് എംപ്ലോയർക്കാണെങ്കിലും എംപ്ലോയീസ് ആയിട്ട് കുറെ കൂടി ഫ്രീ ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആൾസോ ബാർഗെയിൻ വിത്ത് എംപ്ലോയീസ്, അതുപോലെ എംപ്ലോയർമാരോട് കുറെ കൂടെ ബാർഗെയിൻ ചെയ്യാനും അവരുടെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനൊക്കെ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയറായിട്ട് കുറെ കൂടി ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബാർഗെയിൻ ചെയ്യാനും സാധിക്കും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എംപ്ലോയർക്ക് എന്താണ്, ഈ പറയുന്ന ജീവനക്കാര് പ്രൊഡക്റ്റീവ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള നല്ലൊരു ഔട്ട്കം സ്ഥാപനത്തിന് ലഭിക്കുകയാണ്. അതിന്റെ നേട്ടം കിട്ടുന്നത് ആർക്കാണ്, ശരിക്കും എംപ്ലോയർക്കാണ് അല്ലെ. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ എംപ്ലോയീസ് ടു റിസോൾവ് എവരി കംപ്ലൈന്റ് ഓഫ് എംപ്ലോയീസ് സെപ്പറേറ്റ്ലി. ശരിയാണ് അല്ലെ. നമുക്ക് ഈ പറയുന്ന എംപ്ലോയീസിന്റെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു എംപ്ലോയറിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. എത്രയോ എംപ്ലോയീസ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ഓരോ പ്രോബ്ലംസുകൾ അത് പരിഹരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും എംപ്ലോയർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത്. Hence, this method of finding solutions collectively by bargaining is adopted by the management. പക്ഷെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന മാനേജ്മെന്റിനും ഈ പറയുന്ന എംപ്ലോയീസിനും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ മാനേജ്മെന്റിനും എംപ്ലോയീസിനും പൊതുവായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുന്നു. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, collective bargaining makes the employees feel secure, which results in lesser attrition. Hence, the cost of labor turnover to the management is reduced. എന്താണ് പറയുന്നത്, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയീസിന് സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. എംപ്ലോയീസിന് കുറെ കൂടെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് അതിലൂടെ ലഭിക്കുന്നത്. അപ്പൊ ഒരു സെക്യൂർഡ് ഫീലിംഗ് വരുമ്പോൾ തന്നെ ദാറ്റ് റിസൾട്ട്സ് ഇൻ ലെസ്സർ അട്രീഷൻ. അട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊഴിഞ്ഞു പോകുന്ന അറിയില്ല. അതായത് നമ്മൾ ജീവനക്കാര് ജോലി വേണ്ട, ജോലി മതിയാക്കി പോകുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ അട്രീഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ജീവനക്കാർ എത്രത്തോളം സെക്യൂർഡ് ആണോ ദാറ്റ് വിൽ ലീഡ്സ് ടു ലെസ്സർ അട്രീഷൻ അല്ലെ. അപ്പൊ ലെസ്സർ അട്രീഷൻ എന്ന് വെച്ചാൽ അവരധികം ജീവനക്കാരുടെ കൊഴിഞ്ഞു പോകും കുറയ്ക്കാൻ പറ്റും. എന്നുവെച്ചാൽ ജീവനക്കാര് ജോലി മതിയാക്കി പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. Hence, the cost of labor turnover to management is reduced. അപ്പൊ ഈ ജീവനക്കാര് പോയി കഴിഞ്ഞാല് ലേബർ ടേൺ ഓവർ കോസ്റ്റ് കൂടുതലായിരിക്കും മാനേജ്മെന്റ് അല്ലെ. അതായത് ജീവനക്കാര് വേണ്ട, ജോലി മതിയാക്കി പോയി കഴിഞ്ഞാല് മാനേജ്മെന്റിന് ബുദ്ധിമുട്ട് വരും അല്ലെ. ലേബർ ടേൺ ഓവർ കോസ്റ്റ് അതിലൂടെ മാനേജ്മെന്റിന് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാര്യം എന്താണ്, അതായത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ഈ പറയുന്ന എംപ്ലോയീസിന് കുറെ കൂടി സെക്യൂർഡ് ഫീലിംഗ് ലഭിക്കുന്നു. സെക്യൂർഡ് ഫീലിംഗ് ആയതുകൊണ്ട് തന്നെ അത് അവരുടെ അട്രീഷൻ റേറ്റ് കുറയ്ക്കുന്നു അല്ലെ. അതായത് എംപ്ലോയീസ് ജോലി മതിയാക്കി പോകുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു. അതിലൂടെ മാനേജ്മെന്റിന് ലേബർ ടേൺ ഓവർ കോസ്റ്റും റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, ഇറ്റ് ബിക്കംസ് ഈസിയർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഹെൽപ്സ് ടു കണക്ട് ദ ടോപ്പ് ലെവൽ like is management and the bottom level that is workers. അത് മാത്രമല്ല കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ നമുക്ക് ഓർഗനൈസേഷൻ അകത്ത് വെച്ച് തന്നെ ഈ പറയുന്ന മാനേജ്മെന്റിനും എംപ്ലോയീസിനും കുറെ കൂടെ ഈസിയർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനും പിന്നെ ഈ പറയുന്ന വർക്കേഴ്സിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെ, ആ ഒരു ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവരെ തമ്മിൽ കുറെ കൂടെ എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അവരെ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ അവർക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല. അവർക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അവസരം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ടോപ്പ് ലെവലായിട്ടുള്ള മാനേജ്മെന്റും ഏറ്റവും ബോട്ടം ലെവലിൽ നിൽക്കുന്ന വർക്കേഴ്സിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നികത്താൻ സാധിക്കും. അവരെ കുറെ കൂടെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അടുത്തത് എന്താണ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി പ്രിവെന്റഡ്
ആൻഡ് സെറ്റിൽഡ് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ്. അതുപോലെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ നമുക്ക് വ്യാവസായിക തർക്കങ്ങള് പ്രതിരോധിക്കാനും പരിഹരിക്കാനും സാധിക്കും. ഇത്രയുമാണ് എംപ്ലോയർമാർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റുകള്? ഓക്കെ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? അപ്പൊ നമ്മൾ പഠിച്ചത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. സൊസൈറ്റിക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എംപ്ലോയീസിന് അത് ഏതൊക്കെ രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ എംപ്ലോയർമാർക്കും എങ്ങനെയാണത് എന്താണ് ബെനിഫിറ്റബിൾ ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഏതെങ്കിലും പോയിന്റുകൾ വായിച്ചു നോക്കൂ കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് എന്നർത്ഥം കേട്ടോ. പാർട്ട്നേഴ്സ്, സ്റ്റേക്ക് ഹോൾഡർ, അതായത് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാവുന്ന ആളുകൾ കേട്ടോ. ഇൻഡസ്ട്രിയുടെ ഭാഗമാവുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ വർക്കിംഗ് എംപ്ലോയീസ് ഉണ്ട്, അവരുടെ യൂണിയൻസ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയുടെ സേവനങ്ങൾ കൈപ്പറ്റുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, അല്ലെ, സപ്ലയർമാരുണ്ട്. ഇവരൊക്കെ എന്താണ്? ഈ പറയുന്ന ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അങ്ങനെ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ആളുകളെയാണ് നമ്മളിവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയോ? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റുകൾ ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് കേട്ടോ. എന്താണ് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്? എങ്ങനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. There are two kinds of environmental factors that influence the process. അതായത് നമ്മൾ ഈ പറയുന്ന കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ചോദിക്കാം കേട്ടോ. അതായത് the two environmental factors that influence the process of collective bargaining. കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന രണ്ട് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ്ലി ദ ടൈപ്പ് ഓഫ് ബാർഗെയിനിങ് സ്ട്രക്ചർ. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ എൻവിയോൺമെന്റൽ ഫാക്ടർ എന്താണ്? ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ്. എന്താണ്? ബാർഗെയിനിങ് സ്ട്രക്ചർ. ഏത് രീതിയിലാണ് ആ ഒരു വിലപേശനം, ഒരു ബാർഗെയിനിങ് നടക്കുന്നത്, അതിന്റെ ഒരു സ്ട്രക്ചർ. ബാർഗെയിനിങ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ കമ്പനി. അതായത് യൂണിയനും നമ്മുടെ കമ്പനിക്കും ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ബാർഗെയിനിങ് സ്ട്രക്ചർ. മനസ്സിലായല്ലോ? യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസിന്റെ യൂണിയൻ ആണ്. എംപ്ലോയീസിനെ തന്നെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? കമ്പനി എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെന്റ്, എംപ്ലോയർ, ആ ഒരു വിഭാഗത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന യൂണിയനും കമ്പനിക്കും ഇടയിലുള്ള ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ് ഒന്നാമത്തെ ഫാക്ടർ. ഓക്കെ, ബാർഗെയിനിങ് സ്ട്രക്ചർ എന്ന് ശരിക്കും പറഞ്ഞ എന്താണ്? ആ റിലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിലേഷൻ ഓഫ് യൂണിയൻ ആൻഡ് കമ്പനി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിയേ, അതാണ് ഒന്നാമത്തെ ഫാക്ടർ, ബാർഗെയിനിങ് സ്ട്രക്ചർ. രണ്ടാമതൊരു ഫാക്ടർ ഉണ്ട്, ഇതിവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് കേട്ടോ. രണ്ട് പോയിന്റുകൾ നിങ്ങൾ ഓർക്കണം കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ്, രണ്ട് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. രണ്ടെന്താണ്? യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ്. അത് തന്നെ ശരിക്കും പറഞ്ഞ രണ്ടും പറയുന്നത് ഒരേ കൺസെപ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ നോക്കാം, ബാർഗെയിനിങ് സ്ട്രക്ചർ തന്നെ എത്ര ടൈപ്പ് ഉണ്ടെന്നറിയോ?
4 ടൈപ്പ് ഉണ്ട്. നോക്കുക, there are 4 main types of structures. 4 മെയിൻ ടൈപ്പുകളാണ് ഉള്ളത്. 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ നോക്കിയേ, എ സിംഗിൾ കമ്പനി ഡീലിംഗ് വിത്ത് എ സിംഗിൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിംഗിൾ കമ്പനി നെഗോഷിയേറ്റിംഗ് വിത്ത് എ സിംഗിൾ യൂണിയൻ. ഒരൊറ്റ കമ്പനി, അവിടെ ഒരു ഒറ്റ യൂണിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു കമ്പനി ആ ഒരു യൂണിയനുമായിട്ട് എന്ത് ചെയ്യുന്നു? നെഗോഷിയേറ്റ് ചെയ്യുന്നത്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ആ സ്ട്രക്ചറിന് എന്തില്ല. ദിസ് സ്ട്രേറ്റ് ഫോർവേഡ് സ്ട്രക്ചർ ആണ്. അവിടെ സിംഗിൾ കമ്പനി, ദാറ്റ് മീൻസ് സിംഗിൾ എംപ്ലോയർ ആയിരിക്കാം, ഒരു സിംഗിൾ കമ്പനി ദാറ്റ് നെഗോഷിയേറ്റിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. അതാണ് ഒന്നാമത്തെ സ്ട്രക്ചർ. ഓക്കെ. രണ്ടാമത്തെ നോക്കിയേ, വാരിയസ് കമ്പനീസ് ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻസ്. ഇവിടെ വാരിയസ് കമ്പനീസ് ആണ്. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഒന്നിൽ കൂടുതൽ എംപ്ലോയർമാർ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ മൾട്ടിപ്പിൾ കമ്പനീസ്, മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സ് ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. യൂണിയൻ ഒരെണ്ണുണ്ടാവുള്ളൂ, എംപ്ലോയേഴ്സിന്റെ യൂണിയൻ ഒരെണ്ണുള്ളൂ, പക്ഷെ എംപ്ലോയർമാർ ഒരുപാടുണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് കമ്പനികൾ, അതായത് വാരിയസ് കമ്പനീസ് മീൻസ് മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സ് നെഗോഷിയേറ്റിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. അതാണ് രണ്ടാമത്തെ സ്ട്രക്ചർ. ഓക്കെ. മൂന്നാമത് എന്താണ് നോക്കിയേ, വാരിയസ് യൂണിയൻസ് ഡീലിംഗ് വിത്ത് സിംഗിൾ കമ്പനി. നേരെ തിരിച്ചാണ്. അതായത് സിംഗിൾ കമ്പനി നെഗോഷിയേറ്റിംഗ് വിത്ത് മൾട്ടിപ്പിൾ യൂണിയൻസ്. അല്ലെ, ഒറ്റ കമ്പനി ഒറ്റന്നുള്ളൂ, പക്ഷെ ഒന്നിൽ കൂടുതൽ യൂണിയൻസുകളായിട്ടായിരിക്കും അവര് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ഒരു യൂണിയൻ ആയിരിക്കില്ല, ഒരുപാട് യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ സിംഗിൾ കമ്പനി നെഗോഷിയേറ്റിംഗ് വിത്ത് മൾട്ടിപ്പിൾ യൂണിയൻസ്. അത് മൂന്നാമത്തെ. നാലാമത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. എന്താണ് നോക്കിയേ, വാരിയസ് കമ്പനീസ് ആൻഡ് യൂണിയൻസ് ഡീലിംഗ് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞാല് മൾട്ടിപ്പിൾ കമ്പനീസ് ആൻഡ് മൾട്ടിപ്പിൾ യൂണിയൻസ് ഇന്ററാക്ട് ആൻഡ് നെഗോഷിയേറ്റ് വിത്ത് ഈച്ച് അതർ. അവിടെ കമ്പനികളും ഒരുപാടുണ്ട്, ഒരുപാട് യൂണിയൻസ് ഉണ്ട്. അവ പരസ്പരം എന്ത് ചെയ്യുന്നു? അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു, നെഗോഷിയേറ്റ് ചെയ്യുന്നു. അതാണ് നാലാമത്തെ സ്ട്രക്ചർ. അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. മനസ്സിലായോ? ഇതാണ് എന്ത്? ബാർഗെയിനിങ് സ്ട്രക്ചർ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് കമ്പനി. യൂണിയനും കമ്പനിക്ക് ഇടയിൽ നിലനിൽക്കുന്ന ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ്. അല്ലെ, ഈ ബാർഗെയിനിങ് സ്ട്രക്ചർ പ്രധാനമായിട്ടും 4 ടൈപ്പ് ആണ്. അതിന് 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ്. ഒന്നെന്താണ്? എ സിംഗിൾ കമ്പനി നെഗോഷിയേറ്റിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. പിന്നെന്താണ്? മൾട്ടിപ്പിൾ കമ്പനീസ് നെഗോഷിയേറ്റ് വിത്ത് സിംഗിൾ യൂണിയൻ. ഇനി നേരെ തിരിച്ച് എന്താണ്? മൾട്ടിപ്പിൾ യൂണിയൻസ് നെഗോഷിയേറ്റിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ, മൾട്ടിപ്പിൾ കമ്പനീസ് നെഗോഷിയേറ്റിംഗ് വിത്ത് മൾട്ടിപ്പിൾ യൂണിയൻസ്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് ഇതിലുണ്ട്. ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്താണ് സംഭവം? പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് ആണ് അവിടെ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലോ ചാർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂ കേട്ടോ. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് പരിചയപ്പെട്ട് പോവാം കേട്ടോ. അപ്പൊ അത് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഈ ഫ്ലോ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ദ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിനെയാണ് ആ ഒരു ഫ്ലോ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഫ്ലോ ചാർട്ട് നോക്കിയേ. ഫസ്റ്റ് വൺ എന്താണ്? പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഡിസ്കസ് ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇതന്നെയല്ല കളക്റ്റീവ് ബാർഗെയിനിങ്. അവിടെ എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാണ്? നെഗോഷിയേറ്റ് ചെയ്യാണ് അല്ലെ. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. നെഗോഷിയേഷന് തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാല് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നു. ഐഡന്റിഫൈങ് ഗോൾസ്, ഗോൾസുകൾ തിരിച്ചറിയുന്നു, ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നു. അതിനനുസരിച്ച് ഡെവലപ്പിംഗ് എ സ്ട്രാറ്റജി, അതിനനുസരിച്ച് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെ. പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ, നെഗോഷിയേഷന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞാല് നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നു. ഐഡന്റിഫൈ ദ ഗോൾസ്, നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നു. ഇതിനനുസരിച്ച് കൊണ്ട് ഡെവലപ്പ് എ സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് എന്ത്? പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ബാർഗെയിനിങ് ഇഷ്യൂസ് അല്ലെ. ബാർഗെയിനിങ് ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ
വരുന്ന എല്ലാ ഇഷ്യൂസുകളെയും നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ. ബാർഗെയിൻ ചെയ്യാം എന്ന് പറയുമ്പോൾ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആ നെഗോഷിയേഷൻ നടക്കുമ്പോ, ആ വിനിവേശം നടക്കുമ്പോൾ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. എംപ്ലോയീസ് ബാർഗെയിൻ ചെയ്യുമ്പോൾ ഉടനടി തന്നെ എംപ്ലോയർമാരത് കൊടുത്തോന്ന് വരില്ല അല്ലെ. അപ്പൊ അതിനൊക്കെ കുറച്ച് കാലതാമസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പലതരം ഇഷ്യൂസ് ഉണ്ടാവും. എംപ്ലോയർക്ക് നഷ്ടം വരാൻ പാടില്ല അല്ലെ. അവർക്കും ബെനിഫിറ്റ് ഉണ്ടാകും, എംപ്ലോയീസിന് ബെനിഫിറ്റ് ഉണ്ടാകും. അങ്ങനെ മ്യൂച്വലി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് അതിലൂടെ ലഭിക്കേണ്ടത്. അപ്പൊ അതിന് സമയം എടുക്കും. സോ ബാർഗെയിനിങ് ഇഷ്യൂസ് ആണ്, അതായത് ഈ പറയുന്ന നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസുകളും നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എന്താണ്, നെഗോഷിയേറ്റിംഗ്. അതാണ് ശരിക്കും ആക്ച്വൽ പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ആക്ച്വൽ ആക്ട് ഓഫ് നെഗോഷിയേഷൻ നടക്കുന്നത് കേട്ടോ. അവിടെ എന്താണ്, ആക്ച്വൽ നെഗോഷിയേഷൻ അവിടെ നടക്കുകയാണ്. അങ്ങനെ ഇരു പാർട്ടികളും, അതായത് മാനേജ്മെന്റും യൂണിയനും അവര് മ്യൂച്വലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ അവിടെ എത്തുകയാണ്. അങ്ങനെ ഇരു കൂട്ടർക്കും എന്താണ്, ബെനിഫിറ്റബിൾ ആവുന്ന, മ്യൂച്വലി അക്സെപ്റ്റബിൾ ആവുന്ന ഒരു എഗ്രിമെന്റിൽ അവിടെ എത്തിച്ചേരുന്നത് ഈ ഒരു പ്രോസസ്സിലാണ്. ഓക്കെ, അടുത്ത നോക്കി, അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം, നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺസ്. അതാണ് നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺസ്. അതെന്താ ഉദ്ദേശിക്കുന്നത്, നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നതിനായിട്ടുള്ള മാർഗങ്ങൾ അവിടെ കണ്ടെത്തും. അതാണ് എന്ത്, നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, അത് ഓവർകം ചെയ്യണം അല്ലെ. അത് ഓവർകം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നു. അപ്പൊ നോക്കിയേ, ബ്രേക്ക് ഡൗൺ, യെസ്, ഓവർകമ്മിങ് ബ്രേക്ക് ഡൗൺസ്. അങ്ങനെ ബ്രേക്ക് ഡൗൺസ് ഓവർകം ചെയ്യുന്നു. ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, എവിടേക്കാ പോകുന്നത്, റീച്ചിങ് ദ എഗ്രിമെന്റ്. എഗ്രിമെന്റിൽ എത്തുന്നു അല്ലെ, അതായത് മ്യൂച്വലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എഗ്രിമെന്റിൽ എത്തുന്നു. അതിനുശേഷം എന്താണ്, റാറ്റിഫൈങ് ദ എഗ്രിമെന്റ്. റാറ്റിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, കൺഫേമിങ് അല്ലെങ്കിൽ അപ്രൂവിങ് അല്ലെ. എന്ത് ചെയ്യുന്നു, ആ ഒരു എഗ്രിമെന്റ് ഫോർമൽ ആയിട്ട് അപ്രൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺഫേം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാറ്റിഫൈങ് ദ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. റാറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ കൺഫേം ചെയ്യുക അല്ലെങ്കിൽ എന്താണ്, അപ്രൂവ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആ ഒരു എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നു, ഫോർമൽ ആയിട്ട് തന്നെ കൺഫേം ചെയ്യുന്നു അഥവാ അപ്രൂവ് ചെയ്യുന്നു. ലാസ്റ്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എഗ്രിമെന്റ്. എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അഥവാ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ഇതാണ് എന്ത്, കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ എന്താണ്, പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. നെഗോഷിയേഷന് തയ്യാറെടുക്കുന്നു. അപ്പൊ നമ്മൾ നെഗോഷിയേഷൻ സംബന്ധമായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മളൊരു സ്ട്രാറ്റജി തയ്യാറാക്കുന്നു. ദെൻ എന്താണ്, ബാർഗെയിനിങ് ഇഷ്യൂസ്. നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന എല്ലാ ഇഷ്യൂസുകളും നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ. പിന്നെ നെഗോഷിയേറ്റ് ചെയ്യുന്നു അല്ലെ. ആക്ച്വൽ ആക്ട് ഓഫ് നെഗോഷിയേഷൻ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നടക്കുന്നത് അല്ലെ. പിന്നെ നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസുകള് ഓവർകം ചെയ്യുന്നതിനായിട്ടുള്ള എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു. അങ്ങനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, ആ ബ്രേക്ക് ഡൗൺസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് എന്താണ്, റീച്ച് ദ എഗ്രിമെന്റ്. മ്യൂച്വലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ അവർ എത്തുന്നു. റാറ്റിഫൈങ് ദ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് കൃത്യമായിട്ട് കൺഫേം ചെയ്യുന്നു, ഫോർമൽ ആയിട്ട് അപ്രൂവ് ചെയ്യുന്നു. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് നടപ്പിലാക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇതാണ് എന്ത്, കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫ്ലോ ചാർട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഈ ഇതിലെ ഓരോ സ്റ്റെപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് പറയും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ തിയറി ക്ലാസ്സിൽ ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു 2 പേജ് കൂടി ഉള്ളൂ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. സൊസൈറ്റിക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എംപ്ലോയീസിനും എംപ്ലോയർമാർക്കും അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. അപ്പൊ അതിന് പ്രധാനമായിട്ട് ഓർക്കുക, കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുകളാണ്. ഒന്ന് ബാർഗെയിനിങ് സ്ട്രക്ചറും മറ്റൊന്ന് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, ബാർഗെയിനിങ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ ഇസ് ആൾസോ റിലേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. യൂണിയനും മാനേജ്മെന്റിന്റെ ഇടയിലുള്ള റിലേഷൻ ആണ്. അത് 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. ബാർഗെയിനിങ് സ്ട്രക്ചറിലെ 4 സ്ട്രക്ചേഴ്സുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ കാര്യങ്ങള്? ഇനി നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതല്ല, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ റിവിഷന്റെ ഒരു കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ.
6ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗ്രീവൻസ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ 2-3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എംപ്ലോയിയുടെ ഗ്രീവൻസ് പഠിച്ചു, ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എംപ്ലോയി ഹെൽത്തും എംപ്ലോയി സേഫ്റ്റിയുമാണ് അല്ലെ. ഓക്കെ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത് അത് പറഞ്ഞു തോന്നുന്നു അല്ലെ. 11 തൊട്ട് 20 വരെയുള്ള സെക്ഷൻസുകൾ എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 21 തൊട്ട് 41 വരെയുള്ളത് എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് ആക്ട് ആണ്? ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ, 1948. 2-3 ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് നോക്കാം. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. When is, ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. When is suspension of an employee with or without pay typically decided? ചോദ്യം മനസ്സിലായോ? When is suspension of an employee with or without pay typically decided? അതായത് നമ്മളൊരു എംപ്ലോയിനെ സസ്പെൻഡ് ചെയ്യാണ്. 2 രീതിയിൽ നമുക്ക് സസ്പെൻഡ് ചെയ്യാം. ഒന്നുകിൽ വിത്ത് പേ ആവാം, അല്ലെങ്കിൽ വിത്തൗട്ട് പേ ആണ്. ശമ്പളത്തോടു കൂടി വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം, ശമ്പളമില്ലാതെ അവരെ നമുക്ക് സസ്പെൻഡ് ചെയ്യാം. അത് എപ്പോഴാണ് തീരുമാനിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഓൺലി ആഫ്റ്റർ ദ ഫൈനൽ പണിഷ്മെന്റ്, ബി during the disciplinary procedure depending on the misconduct, that means third option, it is never allowed. അടുത്തത് fourth option, only for the minor offenses. എന്തായിരിക്കും ആൻസർ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. വനിത, സാറ, കറക്റ്റ് ആണ്. ഡ്യൂറിംഗ് ദ ഡിസിപ്ലിനറി പ്രൊസീജിയർ ഡിപ്പെൻഡിങ് ഓൺ ദ മിസ്കണ്ടക്ട്. നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് അല്ലെ, ഡിസിപ്ലിനറി പ്രൊസീജിയർ നമ്മളൊരു ഇത്ര സ്റ്റെപ്പ് പഠിച്ചു, 9 സ്റ്റെപ്പുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ റസ്മീന. ഏത് സമയത്താണ് നമ്മളത് തീരുമാനിക്കുന്നത്? ഡ്യൂറിംഗ് ദ ഡിസിപ്ലിനറി പ്രൊസീജിയർ, അച്ചടക്ക നടപടികൾ എടുക്കുന്ന സമയത്ത്, അതും അവർ ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ടിന്റെ വ്യാപ്തിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു സസ്പെൻഷൻ വിത്തൗട്ട് പേ എടുക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഗുഡ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് helps in creating an image of the organization as being option A, financially irresponsible, B, socially responsible, C, unconcerned with the employees, D, legally non-compliant. എന്താണ് ആൻസർ വരിക? ഇതായിരിക്കും ആൻസർ വരിക. ബി തന്നെയാണ് ആൻസർ അല്ലെ. എന്താണ്? സോഷ്യലി റെസ്പോൺസിബിൾ അല്ലെ. അതിന് ഇതൊക്കെ നിങ്ങൾ ആ സെന്റൻസുകളൊക്കെ വായിക്കുമ്പോൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിനാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കുന്നത്. അതായത് ഒരു നല്ല ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എങ്ങനെയുള്ള ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയുള്ള ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സോഷ്യലി റെസ്പോൺസിബിൾ എന്നുള്ള ഒരു ഇമേജ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഒരു സ്ഥാപനം സോഷ്യലി റെസ്പോൺസിബിൾ ആണ് എന്നുള്ള ഒരു ഇമേജ് ആണ് അതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ഗ്രീവൻസ് അല്ല, കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ റിവിഷൻ കണ്ടിന്യൂ ചെയ്തു പോകാം. ഓക്കെ, അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മിസ്, എത്ര മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫൈനൽ എക്സാമിന്? 4 എക്സാം ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അതെ അതെ, 4 എക്സാം ആയിട്ടാണ് വരിക കേട്ടോ. അതായത് 1ഉം 2ഉം ചാപ്റ്റേഴ്സ് ഒരു എക്സാം, പിന്നെ 3ഉം 4ഉം ഒരു എക്സാം, പിന്നെ ഏതാണ് 5 സെപ്പറേറ്റ് ആയിട്ടൊരു എക്സാം, 6 സെപ്പറേറ്റ് ആയിട്ട് എക്സാം. അങ്ങനെയാണ് കേട്ടോ 4 എക്സാം വരുന്നത്. കാര്യം 5ഉം 6ഉം ചാപ്റ്റേഴ്സ് ലെങ്തി ആണല്ലോ. അപ്പൊ 5ാമത്തെ ആ ഒരു ചാപ്റ്റർ മാത്രം ഒറ്റ പേപ്പർ ആയിട്ടാണ് വരിക. അതുപോലെ 6ാമത്തെ ഒരു ചാപ്റ്റർ ആണ്, വലുതാണ്, അതും ഒരു പേപ്പർ ആയിട്ടാണ് വരിക.
മനസ്സിലായോ? അങ്ങനെ 4 പേപ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഓരോന്നിനും 60 മാർക്സ് വെച്ചിട്ടായിരിക്കുമോ? 60 ആവില്ല, 30 ആവാനാണ് ചാൻസ് കേട്ടോ. 30. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, കൺഫേം ചെയ്തിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ ശരി, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.